വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജ്ഞാനസമൂഹത്തിന് 4 തലങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന്, വിജ്ഞാനത്തിൻ്റെ ഉൽപ്പാദനമാണ്, പ്രൊഡക്ഷൻ ഓഫ് നോളജ്. സ്വാഭാവികമായിട്ട് അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. രണ്ടാമത്തേത്, ഈ വിജ്ഞാനത്തെ നൂതന വിദ്യകളായിട്ട് രൂപാന്തരപ്പെടുത്തണം, ഇന്നൊവേഷൻസ്. ജ്ഞാനസമൂഹം ഒരു ഇന്നൊവേഷൻ സൊസൈറ്റി കൂടിയായിരിക്കും. 3, ഈ ഇന്നൊവേഷൻസിൻ്റെ ഡിഫ്യൂഷൻ, പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സമ്പദ്ഘടനയുടെ എല്ലാ തലങ്ങളിലും സന്നിവേശിക്കപ്പെടുന്നു. വെറും IT വ്യവസായത്തിൽ മാത്രം, നമ്മുടെ കൃഷിയിൽ, പരമ്പരാഗത വ്യവസായങ്ങളിൽ, നമ്മുടെ ഗവർണൻസ് സിസ്റ്റത്തിൽ, എല്ലാ മേഖലകളിലും ഈ ആധുനിക ശാസ്ത്ര സങ്കേതങ്ങൾ സന്നിവേശിക്കപ്പെടുന്നു. 4, ഇതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ. അസമത്വം വർദ്ധിപ്പിക്കുമോ? സമ്പദ്ഘടനയിൽ മുഴുവൻ പുതിയ സങ്കേതങ്ങൾ പിറക്കുന്നു, പക്ഷേ സയൻറ്റിഫിക് ടെമ്പർ ഇല്ലെങ്കിലോ? സോ 4, നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ജ്ഞാനസമൂഹത്തെ വിലയിരുത്തണം. വളരെ ചുരുക്കി CM ഇവിടെ പറഞ്ഞതിനെ സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രായോഗികമായിട്ട് നിങ്ങളുടെ സ്റ്റുഡൻസ് യൂണിയൻ്റെയും റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ്റെ അധ്യാപക സംഘടനകളുടെ എല്ലാം ഇൻ്റർവെൻഷൻ അടിയന്തരമായിട്ട് ആവശ്യമുള്ള ചില മേഖലകളെയും ഞാൻ പരാമർശിക്കും. അപ്പോൾ അതിനുശേഷം ഐ വിൽ ടേക്ക് സം ക്വസ്റ്റ്യൻസ്. 5 ചോദ്യങ്ങൾ ശിവദാസന് എഴുതി കൊടുത്താൽ ഹി വിൽ സെലക്ട്, ഐ വിൽ റെസ്പോണ്ട്. ഇതെല്ലാം കൂടി അരമണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാം. സാധ്യം ജ്ഞാനോൽപാദനം അതിന് പര്യാപ്തമല്ല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് എടുത്താൽ ഒരു സർവകലാശാലയെ വരത്തുള്ളൂ, അതും 600-ഉം 800-നും ഇടയ്ക്ക്. ഷാങ്ഹായ് ഇൻഡെക്സ് എടുത്താൽ 4000 സർവകലാശാലകൾ, 54 വിഷയങ്ങൾ. അതിൽ ഒരു വിഷയമേഖലയിൽ പോലും നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലും അല്ലെങ്കിൽ സർവകലാശാല പോലും വരുന്നില്ല. സമീപകാലത്ത് എനിക്ക് തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. ഈ ജനകീയാസൂത്രണത്തിന് 25ാം വർഷമല്ല, ഇപ്പോൾ 25 പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്ന് തീരുമാനം. സോ ഐ തിങ്ക് അതിലും 2 ഡസനിലേറെ തിസീസുകളുണ്ട് ഇവിടെയും ബാംഗ്ലൂരൊക്കെ എല്ലാമായിട്ട് കേരളത്തെക്കുറിച്ച്, ഡീസെൻട്രലൈസേഷനെ കുറിച്ച്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ധാരണയില്ല. ഐ വാസ് ഷോക്ക്ഡ്. 3 തിസിസ് പബ്ലിഷബിളാണ് എൻ്റെ വിലയിരുത്തൽ. ഒരു 1-2 കൂടി വേണമെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്ത് നേരെയാക്കാം. ബാക്കിയുള്ളത് വേണമെങ്കിൽ ഒരു പക്ഷേ വലിയ പരിശ്രമം നടത്തിയാൽ തിസിസ് വെട്ടി ഒരു പേപ്പർ പോലെ ആക്കണം. പക്ഷെ അതിനൊക്കെ പണിയെടുക്കാൻ ആരുണ്ടെന്നുള്ളതാണ് പ്രശ്നം. സോ ദിസ് ഈസ് എ സീരിയസ് ഇഷ്യൂ. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം പോലെ മികമുറ്റതായിട്ട് മാറണം. സ്കൂൾ വിദ്യാഭ്യാസം ആയിട്ടില്ല, പക്ഷെ ട്രാക്കിൽ കയറിക്കഴിഞ്ഞു. ഇപ്പോൾ സ്കൂളുകളുടെ ഡിജിറ്റലൈസേഷൻ തുടക്കം. അടുത്ത ഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പ് ഉണ്ടാവും. 3,
വീട്ടിലേക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആവും, കെ ഫോൺ. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ചേഞ്ച്. നമ്മുടെ അധ്യയന രീതിയിൽ, കുട്ടികളുടെ വിജ്ഞാനം തേടുന്നതിൽ, അവരുടെ ഇനീഷ്യേറ്റീവുകളിലെല്ലാം ചെയ്ത് നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ്റെ ട്രാക്കിൽ കയറിക്കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസമായിട്ടില്ല. സോ ഹൗ ടു ഡു ഇറ്റ്? വളരെ പോപ്പുലിസ്റ്റായിട്ടുള്ള ജനാധിപത്യ ചിന്തകളൊക്കെയാണ്, പൈങ്കിളിയാണ്. അക്കാഡമിക് ബ്രില്യൻസ്, എക്സലൻസ്, അതിന് പകരമാവില്ല വേറൊന്നും. അപ്പോൾ സ്കൂള് പോലെ എളുപ്പമല്ലോ അത്. വളരെ സ്റ്റാറ്റ്യൂട്ട്സും നിയമങ്ങളും സ്ട്രക്ചറും ഒക്കെ ഉണ്ട്. ബട്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതിൽ വലിയ പൊളിച്ചെഴുത്താണ് ലെഫ്റ്റിൻ്റെ അടുത്ത അജണ്ട. അതിന് ഒരു രീതി മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. 30 മികവിൻ്റെ കേന്ദ്രങ്ങൾ. 70കളിൽ കേരളത്തിൽ 5-6 മികവിൻ്റെ കേന്ദ്രങ്ങൾ വന്നു. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, CWRDM, KFRI, ശ്രീചിത്ര. ഇന്നും അവ തന്നെയാണ് കേട്ടോ. അതിൽ 3 ബിക്കോസ് ഓഫ് ദർ എക്സലൻസ് ഹാസ് ബീൻ ടേക്കൺ ഓവർ ബൈ സെൻറ്റർ. അത് കൊടുക്കാൻ പാടില്ലായിരുന്നു കേരളം ഒരിക്കലും. നൗ ഇതുപോലെ 30 നോട്ട് 6, 30 ഗവൺമെൻറ് 50, 60, 70 കോടിയും ചെയ്യും. ബട്ട് ഈ 6 നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 30 നമ്മുടെ മെയിൻ ബോഡി ഓഫ് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഉള്ള സർവകലാശാലക്കുള്ളിലായിരിക്കും. പക്ഷെ സർവകലാശാല കീഴിലാവില്ല. ഇറ്റ് വിൽ ബി ഓട്ടോണമസ്. ആ ഓട്ടോണമി നൽകുന്നതിന് അതിനെ നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള പ്രാപ്തിയുള്ള ഇൻ്റർനാഷണൽ റെക്കഗ്നീഷനുള്ള ഒരാൾ ആദ്യം വേണം. അദ്ദേഹത്തോടൊപ്പം ഇത് വളർന്നു വരാം. ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്. 30 നാളെ വരത്തില്ല, ആളെ കണ്ടുപിടിക്കുന്നു. ആൻഡ് അങ്ങനെ വരുമ്പോൾ ന്യൂ സ്റ്റാൻഡേർഡ്സ് ഫോർ എമുലേഷൻ. ഇങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ നമ്മളൊരു മാസികയിൽ, മലയാള മാസികയിൽ ലേഖനം എഴുതിയാൽ ആ റിസർച്ച് ഔട്ട്പുട്ടിൽ നിന്ന് എഴുതി വെക്കുന്ന രീതി ഒന്നും മാറണം. നിലവിലുള്ള ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇങ്ങനെ മാറ്റാം, ചില സ്കൂൾസിനിങ്ങനെ മാറ്റാം, ഈ 60ലേക്ക് കൊണ്ടുപോകാം. എല്ലാം പറ്റത്തില്ല. ഇറ്റ്സ് ഓൾറെഡി സ്ട്രക്ചേർഡ്. മീഡിയ ക്വാളിറ്റിയുടെ അപ്പുറത്തേക്ക് പോകത്തില്ല. So this is the major intervention that is going to come. ഇത് 30 ഒരു മിനിമം 50 കോടി കൊണ്ട് ഹരിക്കാം. 1500 കോടി രൂപയെങ്കിലും ഇതിനു വേണ്ടി മുടക്കാൻ പോയി. 2 പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പുകൾ. മുഖ്യമന്ത്രി പറഞ്ഞു 500 1 ലക്ഷം രൂപ വെച്ച്. ലോകത്തെവിടെയുള്ള ആളാണെങ്കിലും, അല്ല മലയാളിയാണോന്നില്ല, ഇന്ത്യക്കാരനാണോന്നില്ല, കേരളത്തിൽ പഠിക്കാൻ വരാം. നമ്മുടെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ജോയിൻ ചെയ്യാം. ഡോക്ടറൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേനും പ്രശ്നം വെച്ചാൽ അതിൻ്റെ ഒരു കുറച്ച് ടീച്ചിങ്, ഹാഫ് ടീച്ചിങ് കൂടിയുണ്ട് വരുന്നത്. നൗ ഇതിൽ മിസ്സിംഗ് ലിങ്ക് ഉണ്ട്. നമ്മൾ ഡോക്ടറൽ സ്റ്റുഡൻസിന് എണ്ണവും കൂട്ടണം. സോ വിൽ പ്രൊവൈഡ് മോർ മണി ഫോർ ദാറ്റ്. ഇത് രണ്ടും വരട്ടെ. അപ്പം അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണ് ഈ മാറ്റം വരിക. ഇതോടൊപ്പം നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ, അവിടെയും കൂടുതൽ നൂതനമായ കോഴ്സുകൾ. ഇറ്റ്സ് ഗോയിങ് ടു ബി മോർ ടൈം കൺസ്യൂമിങ്. അതിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ
ഞാൻ എങ്ങനെയാണ് കൂടുതൽ അക്കാഡമിക് ഓട്ടോണമി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കുന്നു. അക്കാഡമിക് ഓട്ടോണമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വേണമെന്ന്. ഇത് ഡിഗ്രി ഉണ്ടാക്കണ മാനുഫാക്ചർ ചെയ്യുന്ന കേന്ദ്രമായിട്ട് നിൽക്കാൻ പാടില്ല. സോ ദിസ് ഹാസ് ടു ബി വലിയൊരു തിങ്കിങ്, ഒരു പുതിയ ചർച്ച തീരാൻ നിൽക്കില്ല. ഇപ്പം പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്യും. ബാക്കി നമ്മൾ വിശദമായിട്ടുള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെ തുടങ്ങും. ചർച്ചകളൊക്കെ തീർന്നിട്ട് ചെയ്യാന്നുള്ളതല്ല. ഞാൻ ആദ്യം പറഞ്ഞ എൻറോൾമെൻറ്റ് റേറ്റ് നമുക്ക് 75% എങ്കിലും ആക്കണം. ഇപ്പോൾ 36% ആണ്. പക്ഷെ ഒരു 10-20% പുറത്തു പോയി പഠിക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ ആർക്ക് വേണമെങ്കിലും പഠിക്കാനൊരു ആശയുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൊടുക്കണം. സോ ദിസ് ഈസ് എ മേജർ റീസ്ട്രക്ചറിങ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. 2, ഈ വിജ്ഞാനത്തെ നൂതന വിദ്യകളായിട്ട് രൂപാന്തരപ്പെടുത്തണം. ഇന്നൊവേഷനാണ് ഒരു സമ്പദ്ഘടനയെ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ എക്കണോമിക്സ് കുട്ടികളോടൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ഷുംബീറ്ററിന് നിങ്ങൾക്ക് എക്കണോമിക് ഹിസ്റ്ററിയിലേ കാണാൻ പറ്റുള്ളൂ. ബട്ട് റീഡ് ഇറ്റ്. ഒരു പുതിയ ഇന്നൊവേഷൻ അത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. അത് നടപ്പാക്കുന്ന ആൾക്ക് വലിയ നേട്ടം ഉണ്ടാവുന്നു. അത് അതിൻ്റെ ഡിഫ്യൂഷനിലേക്ക് പോകുന്നു. കോമ്പറ്റീഷൻ ഈ അധിക സർപ്ലസ് ഇയാൾക്ക് തീർക്കുന്നു. പുതിയ ഇന്നൊവേഷൻ വരുന്നു. അങ്ങനെയായി സമൂഹം പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്നൊവേഷനാണ്. ഈ ഇന്നൊവേഷനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം? നമുക്ക് പരിചിതമായിട്ടുള്ളൊന്ന് ഇന്നൊവേഷൻ ചലഞ്ചാണ്. ഇപ്പോൾ വെറും സർട്ടിഫിക്കറ്റ് കിട്ടും ഇന്നൊവേഷൻ ചലഞ്ച് പങ്കെടുത്താൽ. അത് മാറണം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 20,000 കുട്ടികളെങ്കിലും ജില്ലകളിൽ പങ്കെടുക്കണം. അങ്ങനെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് 25,000 റുപ്പീസ് സമ്മാനം. സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2,000 പേര് 50,000 റുപ്പീസ് വെച്ച് സമ്മാനം. ആൻഡ് ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് എത്ര ലക്ഷം ചിലവാക്കിയാലും അതിനെ ഒരു പ്രോട്ടോടൈപ്പായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള ചെലവ് സർക്കാർ വഹിക്കും. Now this is very important. നമ്മളെല്ലാ കുട്ടികളും പങ്കെടുക്കേണ്ടുന്ന, വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ പങ്കെടുക്കേണ്ടുന്ന വലിയൊരു എക്സസൈസ് ആയിരിക്കും മാനുവൽ എക്സസൈസ്. നാട്ടിൽ വേറെ വിദ്യാഭ്യാസത്തിന് പോകണില്ലെങ്കിലും ഇങ്ങനെയൊക്കെ നൂതന വിദ്യകളുള്ള ആളുകളുണ്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പോയി. ഏലം വലിയ ക്രൈസിസിലാണ്. പക്ഷേ 3000 കിലോ പ്രൊഡക്റ്റിൽ നിന്ന് 6,000 കിലോയിലേക്കും 10,000 കിലോയിലേക്കും മാറിയത് എങ്ങനെയാണ്? ഒരു റിസർച്ച് സ്റ്റേഷനും അല്ല. അവിടുത്തെ കൃഷിക്കാരിൽ ചിലർ കണ്ടുപിടിച്ച ചില പുതിയ കാട്ടിനങ്ങൾ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ വന്നനുഭവിക്കുന്നുണ്ടായുള്ളൂ. അത് വ്യാപിച്ചതിൻ്റെ ഫലമായിട്ടാണ്. സോ ദിസ് ഈസ് ആൾസോ നമുക്ക് ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് പങ്കെടുക്കുന്നുള്ള വേദികൾ, സംവിധാനങ്ങൾ ഒരുക്കണം. നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റ്സ് വളരെ വലുതാണ്. വേറെ നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. ഒരു നൂതന പ്രൊജക്റ്റ് ഉണ്ടോ അതിന് സമ്മാനമുണ്ട്. ഇപ്പം 35 കോടി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ 70 കോടിയാക്കാം. ബഡ് സ്കൂൾ അത് വെങ്ങാനൂർ പഞ്ചായത്തിൻ്റെയാണ്. ആശ്രയ പദ്ധതി അത് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെയാണ്. ജലനിധി അത് ഇന്നോവേറ്റ് ചെയ്തത് നമ്മുടെ ഒളവണ്ണ പഞ്ചായത്താണ്. ഒരു ജനകീയ ക്യാമ്പയിനിലൂടെയുള്ള കൃഷി വ്യാപനം കഞ്ഞിക്കുടി പഞ്ചായത്തിൻ്റെതാണ്. ഈ ഡീസെൻട്രലൈസേഷൻ ഹാസ് ക്രിയേറ്റഡ് സോ മച്ച് ഡെമോക്രാറ്റിക് സ്പേസ് ഫോർ ഇന്നോവേഷൻ. ഓരോ പഞ്ചായത്തിൽ ഇടപെടാമെന്ന് നമ്മൾ പഠിപ്പിക്കണവർ നമ്മുടെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പ്രൊജക്റ്റുകൾ ഇന്നോവേറ്റീവ് ആക്കുന്നതിന് വേണ്ടി എങ്ങനെ ഇടപെടാം ആലോചിക്കേണ്ടതാണ്. സോ ഹോൾ ഇന്നോവേഷൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി. 3,
ഈ ഇന്നൊവേഷൻസിൻ്റെ ഡിഫ്യൂഷൻ എങ്ങനെയാണ് സമൂഹത്തെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിത്തറയിൽ നമ്മൾ പുതുക്കേണ്ടത്? അതിന് ഇന്ന് കോവിഡ് ഒരു മാർഗം തുറക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ വർക്ക് സ്പേസിലിരുന്ന് ഒരുമിച്ച് പണിയെടുക്കുന്നതിന് പകരം വീട്ടിലെ ചെറു സ്പേസിലേക്ക് ജോലി സ്ഥലം മാറുകയാണ്. വർക്കിംഗ് ഫ്രം ഹോം ഓർ വർക്കിംഗ് നിയർ ഹോം. നൗ ഒരു 5 വർഷത്തിനുള്ളിൽ 18 കോടി ആളുകൾ ഈ നൂതന വിദ്യയുടെ മേഖലകളിൽ വീട്ടിലിരുന്ന് പണിയെടുക്കുന്നുണ്ടാവും. നമുക്ക് ഡിജിറ്റൽ റവല്യൂഷൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ തള്ളിപ്പോയി, പുറകോട്ട് പോയി. വി മിസ് ദ ബസ്. ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ ഒക്കെ കയറി. എന്നാൽ ആ വലിയ പാർക്കുകളുടെ പ്രാധാന്യം മാറി കൂടുതൽ വികേന്ദ്രീകൃതമായിട്ടുള്ള വർക്ക് സ്പേസ് വരുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് അസ് എൻ ഓപ്പർച്യൂണിറ്റി ഇൻ്റർവീൻ. ഈ 18 കോടിയിൽ 20 ലക്ഷം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് സ്ഥിതിവിശേഷം ആകെ മാറുകയാണ്. ഇത് നടക്കുമോ? I tell you, already we are on it. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനി, അത് പറഞ്ഞൊരു 10,000 പേര്, ഫിൻടെക്, they can't get in Kerala. ബികോം മതി കേട്ടോ, ബികോം മതി. ബട്ട് കുറച്ച് ഫിൻടെക് സ്കിൽസ് വേണം. ആ സ്കില്ല് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഉണ്ടെങ്കിൽ 10,000 ബികോംകാർക്ക് കേരളത്തിൽ ജോലി കിട്ടുന്ന മോശം കാര്യം. ഇവിടെയാണ് നമ്മുടെ യൂത്ത് സംഘടനകളുടെ, സ്കോളേഴ്സ് സംഘടനകളുടെ, അധ്യാപക സംഘടനയുടെ ഒരു പ്രാധാന്യം വരുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇതിൻ്റെ പോർട്ടലിൽ ഇത്തരത്തിൽ സ്കിൽ ട്രെയിനിങ്ങിന് തയ്യാറുള്ള മുഴുവൻ കുട്ടികളും രജിസ്റ്റർ ചെയ്യണമെന്ന്. മുഴുവൻ റിസർച്ച് സ്കോളേഴ്സ്, മുഴുവൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ നിലവിലുള്ള സ്കില്ല്, അവരുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം നോക്കിയിട്ട് വി വിൽ സ്കിൽ ദം. ഞാൻ പറഞ്ഞ പിന്നീട് സമയത്തേക്കല്ല, ഈ സമ്മിറ്റ് കഴിഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എ മാസീവ് ഡ്രൈവ്. മുഴുവൻ റിസർച്ച് സ്കോളേഴ്സും രജിസ്റ്റർ ചെയ്യുക. ഈവൻ കലാകാരന്മാർ കലാമണ്ഡലത്തിൽ, അതെ, നമുക്ക് വെർച്വൽ റിയാലിറ്റിയിൽ നമ്മുടെ കലാകാരന്മാരും കലകളെ നമുക്ക് വെക്കുന്നതിനും ഏർപ്പാടുണ്ടാക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ പറയും, ഈ സമ്മിറ്റിൻ്റെ തീരുമാനങ്ങളിൽ ഒന്നായിട്ട് വരണമെന്ന്. കേരളത്തിലുള്ള മുഴുവൻ റിസർച്ച് സ്കോളേഴ്സും കേരളത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്ത നാളെങ്ങ് കിട്ടുമെന്നുള്ളതല്ല. പക്ഷെ നമുക്ക് ഇത്രയും ഉണ്ട്. ഞങ്ങൾക്ക് 10,000 അല്ലെങ്കിൽ 1,00,000 പ്രൊഫഷണൽ കോഴ്സ് പാസ്സായിട്ടുള്ളവർ, ഡോക്ടർ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ ഇങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറാണ് എന്നൊന്ന് ലോകത്തോട് പറയണമെന്ന്. വേറെ സംസ്ഥാനത്തും കിട്ടത്തില്ല ഇത്രയും പേര്. ആൻഡ് ദെൻ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവരെ നേരിട്ട് കിട്ടത്തില്ല കേട്ടോ, കൊടുക്കത്തില്ല. അത് നമുക്കറിയാനാണ്. നമ്മൾ സ്കിൽ ചെയ്യും. അതിനു വേണ്ടിയിട്ട് എത്ര പണം മുടക്കണോ അത്രയും മുടക്കും. പഠിപ്പിക്കുന്നത് ഇവിടെ ഉള്ളവരാണെന്നില്ല, ഓൺലൈനായിട്ട് പുറത്തുനിന്നാവാം. 2700 നേഴ്സുമാർക്ക് UK നാഷണൽ ഹെൽത്ത് സർവീസിന് വേണ്ടി കൊടുക്കാനായിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ആരാ പഠിപ്പിക്കണേ? ബ്രിട്ടീഷ് കൗൺസിൽ. അവിടെ ഇരുന്നാ പഠിപ്പിക്കണത്. സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് വർത്താനം പറയണം. അതാണ് പ്രൈമറി ആവശ്യം. നേഴ്സിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യണമെങ്കിൽ അവരുടെ ആക്സെൻറ്റിൽ വർത്താനം പറയണം. ആൻഡ് ദെൻ അവിടുത്തെ പ്രോട്ടോകോൾസ് വ്യത്യസ്തമാണ്. അത്രേ ഉള്ളൂ. പുതിയ നേഴ്സിംഗ് രീതിയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇംഗ്ലണ്ടിൽ ജോലി കിട്ടുമെന്ന് വന്നു കഴിഞ്ഞിട്ട് ആരായിരുന്നു പഠിക്കാതിരിക്കുന്നത്? അറിയത്തില്ലെന്ന് ഇങ്ങനൊരു സംഭവം കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന്.
സോ ഈ സമ്മിറ്റിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ, ഞങ്ങൾ ഈ നമ്മുടെ കുട്ടികളെ ഈ പുതിയ വിജ്ഞാന സമ്പദ്ഘടനയായിട്ട് കേരളത്തെ മാറ്റുന്നതിൽ ഈ രജിസ്ട്രേഷൻ ചുമതല ഏറ്റെടുക്കും, രജിസ്റ്റർ ചെയ്യിക്കും. ഓൾറെഡി ഇതാരും പറയാതെ തന്നെ 5000-ഓളം പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ജോലി. ബട്ട് വാട്ട് ഐ എം തിങ്കിങ് ഈസ് നോട്ട് 1 or 2, ഒരു 50 ലക്ഷം ആളുകളെങ്കിലും ഈ രീതിയിൽ സ്കില്ലിങ്ങിന് വരണം. നമ്മുടെ മനസ്സിലുള്ളത് 20 ലക്ഷം ആളുകൾക്കെങ്കിലും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കേരള സമൂഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറ നമ്മൾ മാറ്റി. അതാണ് ഒബ്ജക്റ്റീവ്. അടുത്തതോ, അങ്ങനെ പുറത്തുള്ള കമ്പനികൾക്കും ആളുകൾക്കും ഇവിടെ വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കലല്ല കേട്ടോ, അതൊരു വഴി. അതോടൊപ്പം ഈ പുതിയ വിജ്ഞാനത്തെ, നൂതന വിദ്യകളെ സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റണം. ഈ പൂത്ത പണമല്ല ആവശ്യം സ്റ്റാർട്ടപ്പിന്, ഇത് ഇന്നോവേറ്റീവ് ഐഡിയയാണ്. അത് നിങ്ങൾക്ക് ശരിയെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് വന്നോളും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റാർട്ടപ്പ് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് നടപടികൾ, ഞാൻ ആ നടപടികളൊക്കെ ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. സ്റ്റാർട്ടപ്പുകൾക്കുള്ള സ്റ്റാർട്ട് ചെയ്യാനുള്ള സഹായം ഒരു കാലത്തും ഇല്ലാത്ത വണ്ണം സർക്കാർ തയ്യാറാക്കുന്നുണ്ട്. സോ നമുക്ക് ഒരു വർഷം ചുരുങ്ങിയത് 1000-1500 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വരണം. ഇതൊക്കെ വലിയ ഡ്രീമി ടാർഗറ്റുകളായിട്ട് തോന്നിയേക്കാം. അങ്ങനെയാണെന്ന് സമൂഹത്തെ നമ്മൾ മാറ്റുക, സമ്പദ്ഘടന നമ്മൾ മാറ്റുക. സോ ന്യൂ എൻ്റർപ്രന്യൂറിയൽ ക്ലാസ് ഓർ എഡ്യൂക്കേറ്റഡ് ഹു ആർ ഡീലിംഗ് വിത്ത് ന്യൂ. നമ്മുടെ കേരളത്തിലെ പ്രശ്നം ഇങ്ങനെ എൻ്റർപ്രന്യൂറിയൽ ക്ലാസ് കേരളത്തിലില്ല എന്നുള്ളതാണ്. ഇത് ഡോക്ടർ രാജ് 1961 പറഞ്ഞ. ടേക്ക് ഗുജറാത്ത്, അതുപോലെ സമൂഹം അവിടെ ഈ എൻ്റർപ്രന്യൂറിയൽ കാസ്റ്റുകൾ തന്നെയുണ്ട്. ചെട്ടിയാന്മാർ, മാർവാടികൾ, പാഴ്സികൾ, ഇങ്ങനെ കേരളത്തിൽ ആരോ ഉള്ളത്? അതാണ് കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ്സിൻ്റെ ഹിസ്റ്റോറിക്കൽ റീസണിലൊന്നും അല്ല. തൊഴിലാളി അന്ന് പോയി സമരം ചെയ്തതൊന്നുമല്ല. നൗ ഇന്നത്തെ ലോകത്ത് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഡിജിറ്റൽ എക്കോണമിയുടെ ഈ സാങ്കേതിക അടിസ്ഥാനത്തിൽ ഒരു പുതിയ ചെറുപ്പക്കാരുടെ എഡ്യൂക്കേറ്റഡ് ആളുകളുടെ എൻ്റർപ്രന്യൂറിയൽ ക്ലാസ് വരുന്നത് വർഗശത്രുവൊന്നുമല്ല. വി ആർ ബിൽഡിംഗ് ന്യൂ കേരള. അവരെല്ലാം കൂടിയാണ് കേരളത്തെ ഉണ്ടാക്കുക. ആൻഡ് ഫൈനലി ഇനി ഇവർ മാത്രമല്ല, കോർപ്പറേറ്റ് കമ്പനികൾ വരാം, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതിനുള്ള പശ്ചാത്തല സൗകര്യം എല്ലാം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിത്തിൻ 3 years ഈ പ്രൊജക്റ്റുകൾ തുടങ്ങിയിട്ടുള്ള തീരുമ്പോഴുണ്ടല്ലോ, ദിസ് വിൽ ബി എ ഡിഫറെൻറ്റ് കേരള. നമ്മൾ 10,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ തീർന്നതാണ് ഇപ്പോൾ കേരളത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിഞ്ഞൊരു 50,000 കൂടി 3 വർഷം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ കേരളം എങ്ങനെ ഇരിക്കും? സോ നമുക്ക് കോർപ്പറേറ്റ് കമ്പനികളെ കൊണ്ടുവരാമെന്ന്. അത് വലിയ പുകയുള്ള അടുപ്പും പുകക്കൊഴിലും കാര്യങ്ങളൊന്നുമല്ല, ഈ ഡിജിറ്റൽ മേഖലയിലുള്ള കമ്പനികൾ. സോ ദിസ് വലിയ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. കേരളം എന്നും അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ റീഡിസ്ട്രിബ്യൂട്ടീവ് നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യം, കിടപ്പാടം, വീട്, റേഷൻ ഇതെല്ലാം അടങ്ങിയ കേരളം, which assured every individual in Kerala a human life with dignity. അത് നമ്മുടെ വലിയ നേട്ടമാണ്. പുനരുദ്ധരണത്തിൻ്റെ നേട്ടമാണ്. കൂലി വർദ്ധിച്ചതിൻ്റെ, ഭൂമി കിട്ടിയതിൻ്റെ, പഠിക്കാനും ആരോഗ്യത്തിനുള്ള സൗകര്യങ്ങൾ സർക്കാരുകളൊക്കെ ഉണ്ടാക്കിച്ചതിൻ്റെ നേട്ടമാണ്. പക്ഷെ ഇതിനൊരു ദൗർബല്യമുണ്ട്. സർക്കാർ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോഴേ ബാക്കി റോഡും പാലത്തിനും കെട്ടിടത്തിനൊന്നും പണം ഉണ്ടാവില്ല. സോ കേരള ഹാസ് ബീൻ എ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് സ്റ്റേറ്റ്. മറ്റുള്ളവരൊക്കെ വളരെ പുറകിലാണ്.
ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചർ പണിയുന്നതിന് ക്ഷേമ നേട്ടങ്ങളൊന്നും ബലി കഴിക്കാതെ വിഭവം സമാഹരിക്കാൻ ഒരു നൂതന ഫിനാൻഷ്യൽ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളും FRBM ആക്റ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊരു സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിരുന്നതാണ്. ഒരു ക്ഷേമ നേട്ടവും കുറച്ചിട്ടില്ല, കൂട്ടിയിട്ടേ ഉള്ളൂ. ബട്ട് നമുക്ക് ഒരിക്കലും ചരിത്രത്തിലില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ കൊണ്ടുവരികയാണ്. ആ കരുത്തായി. ഇനി വൈദ്യുതി, 2000 മെഗാവാട്ടിൻ്റെ വൈദ്യുതി വടക്കത്ര വന്നിരിക്കുന്നത് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ എവിടെയും 2040 വരെയുള്ള ആവശ്യത്തിന് തികയും. 15,000 കോടിയാണ്. ഞാൻ K-ഫോണിനെ കുറിച്ച് പറഞ്ഞു. എല്ലാ വീട്ടിലും ഇൻ്റർനെറ്റ് എത്തുമ്പോൾ തിങ്സ് ചേഞ്ച് ചെയ്യുക. നമ്മുടെ ഇടുക്കി എന്ത് ചെയ്യും, വയനാട് എന്ത് ചെയ്യും, മലയുടെ മുകളിൽ ഒഴുക്കില്ല. ഇന്ന് ഈ K-ഫോൺ അവിടുത്തെ എക്കോണമി എല്ലാം മാറ്റാൻ പോയാണ്. ഇതുപോലെ ഓരോ മേഖലയും ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ദാറ്റ്സ് സെക്കൻഡ്. തേർഡ്, ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നോളജ് എക്കോണമിയിലേക്ക് നമ്മുടെ സാമ്പത്തിക അടിത്തറയെ പരിവർത്തനം ചെയ്യുക. സോ ഇറ്റ്സ് എ ന്യൂ കേരള. അതാണ് നവകേരളം. പഴയ സാമൂഹ്യ നേട്ടങ്ങൾ നിലനിർത്തും, പക്ഷേ സാമ്പത്തിക അടിത്തറയും നമ്മൾ പുതുക്കും. ഇങ്ങനൊരു അജണ്ട ഇടതുപക്ഷത്തിന് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ പറ്റുമോ? വിശ്വസിക്കാത്ത എത്രയോ പേരുണ്ട്. ക്ഷേമമൊക്കെ നിങ്ങൾ ഇടതുപക്ഷക്കാർ ചെയ്യുന്നതാണ്, അതിനൊക്കെ വലിയ കേമന്മാരാണ്. പക്ഷേ അപ്പം വീതം വെക്കാൻ നിങ്ങൾ മിടുക്കന്മാരാ, അപ്പം ചൂടാൻ അറിഞ്ഞുകൂടാ. ഇതാണ് ഡോക്ടർ രാജ് ഫേമസ് സ്റ്റേറ്റ്മെന്റ്. അതിന് ന്യൂ ലിബറൽ സിദ്ധാന്തക്കാർ വേണം. ഈ ക്ഷേമ നേട്ടങ്ങളും ട്രേഡ് യൂണിയനും അവകാശവും ഒക്കെ ബലികഴിക്കാൻ തയ്യാറായാൽ മാത്രമേ എക്കോണമി വളർച്ച ഉണ്ടാവൂ. സോ വി ആർ ഡൂയിങ് എ ന്യൂ അജണ്ട. പുനർവിതരണത്തിന്റെ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഏത് സംസ്ഥാനത്തോടും മത്സരിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിത്തറ കേരളം പണിയാണ്. ഇന്ന് ഗുജറാത്ത് വ്യവസായമുണ്ട്. നമ്മൾ പറയാതെ നിങ്ങളുടെ ലിറ്ററസി ഉണ്ടോ, വീടുണ്ടോ, പോവർട്ടി എന്ത്? പക്ഷെ കേരളത്തെക്കുറിച്ച് അവർ പറയുന്നതാ ക്ഷേമമൊക്കെ ഉണ്ട്, തൊഴിലില്ലായ്മ എത്രയാ? പിന്നെ ബിമാരു സംസ്ഥാനങ്ങളാണ്, അത് രണ്ടും ഇല്ല അവർക്ക്. നൗ വി ആർ ബിൽഡിങ് എ ന്യൂ മോഡൽ ഓഫ് കേരള വെർ ഗ്രോത്ത് വിത്ത് ഈക്വിറ്റി. വ്യവസായവും ഉണ്ടാവും, ക്ഷേമം ഉണ്ടാവും. അപ്പം അത് ഉറപ്പുവരുത്തുന്നതിന് there are two questions. One, ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവില്ല, അസമത്വം കൂടില്ല എന്നെങ്ങനെ ഉറപ്പുവരുത്തും? അത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തും. We have taken the precautions. ഇന്റർനെറ്റ് മൗലികാവകാശം എന്ന് ഈ സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴേ ഈ ഒരു ദീർഘവീക്ഷണമുണ്ട്. ചിലരുടേതായിട്ട് മാറില്ല കേരളം. സോ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവില്ല. രണ്ടാമത്തത് ഒരു സയന്റിഫിക് ടെമ്പർ. ഐടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ചിന്ത ഏറ്റവും അന്ധവിശ്വാസത്തിൻ്റെത്. നോ, കേരളത്തിൻ്റെ പാരമ്പര്യം അതല്ല. കേരളത്തിൻ്റെ പാരമ്പര്യം മതനിരപേക്ഷതയുടേതാണ്, യുക്തി ചിന്തയുടേതാണ്. സോ നമ്മുടെ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗവേഷണത്തിൻ്റെയും നവകേരളത്തിലേക്കുള്ള യാത്ര സയൻസിൻ്റെ അടിസ്ഥാനത്തിലാവുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറേണ്ടതുണ്ട്. അത് സംഭാവന ചെയ്യേണ്ടത് നമ്മളാണ്. പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടിയെന്ന് വരത്തില്ല. സോ ഐ എം സ്റ്റോപ്പിംഗ്. ദിസ് ഇസ് ദി അജണ്ട ഫോർ കേരള. അതിൽ നിങ്ങൾക്കുള്ളതാണ്, ഇന്നത്തെ പുതിയ തലമുറക്ക് വേണ്ടിയുള്ളതാണ്. പഴയ തലമുറക്ക് വേണ്ടുന്നത് ഭൂരിപക്ഷത്തിൻ്റെയും ഉപജീവന തൊഴിലുകളാണ്. ദാരിദ്ര്യമില്ലാതാക്കണം, ദാറ്റ് ഈസ് ഗ്യാരണ്ടി. പക്ഷെ ഇന്നത്തെ തലമുറക്ക് വേണ്ടിയിട്ട്
ഒരു നവകേരളത്തെ അജണ്ട ഇടതുപക്ഷം മുന്നോട്ട് വെക്കുകയാണ്. സോ അതിൽ എങ്ങനെ റോള് വഹിക്കാം? ഒന്ന് വായിക്കാം. ദിസ് ഈസ് എക്സെട്ര നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വാശിക്കിരുന്ന് നോക്ക്. സർവേ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ സോ മെക്കാനിക്കൽ ആൻഡ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി റീഡ്. അതിന് പറ്റുന്ന ജസ്റ്റോറെങ്കിലും എല്ലാ കോളേജുകളിലും ഹയർ ചെയ്യാൻ പറ്റണം. ഇൻ്റർനെറ്റ് രാവും പകലും ഇരുന്ന് പണ്ടെടുക്കാൻ പറ്റുന്ന ലൈബ്രറികളായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറികൾ മാറണം. ഈ പുസ്തകത്തിനിടയിലിരുന്ന് പഠിക്കുമ്പോൾ തന്നെ വേറൊരു ഇൻസ്പിറേഷൻ വരുമെന്ന്. യു ഗോ ടു എനി ഫോറിൻ യൂണിവേഴ്സിറ്റി, കുട്ടികൾ എവിടെ ഇരുന്നാ പഠിക്കുക? രാത്രിയാണെങ്കിലും രാത്രി മുഴുവൻ തുറന്നു നോക്കുന്ന ലൈബ്രറി കുട്ടികൾക്കൊന്നും ഒരു പഠിക്കാനാണ്. അതിലേക്ക് നമ്മൾ മാറണം. ആൻഡ് ഔപചാരികമായിട്ടുള്ള സെമിനാറുകളല്ല. വാട്ട് പ്രിവെൻറ്റ്സ് എ റിസർച്ച് യൂണിറ്റ് ടു ഹാവ് എവറി മന്ത് എ മന്ത്ലി സെമിനാർ ഓർ വീക്ക്ലി സെമിനാർ വേർ സ്റ്റുഡൻറ് പ്രസൻറ്റ്, ബാക്കിയുള്ളൊരു അഭിപ്രായങ്ങൾ പറയുന്നു. ഓൺലൈനാണെങ്കിൽ വേറെ പണ്ഡിതന്മാർക്ക് മറുപടി പറയാം. അത്തരത്തിലുള്ളൊരു അക്കാഡമിക് അന്തരീക്ഷം നമ്മുടെ ക്യാമ്പസുകളിൽ സൃഷ്ടിക്കുന്നത് ഈ ട്രാൻസിഷന് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ വളരെ തക്ക സമയത്താണ് AKG പഠന ഗവേഷണ കേന്ദ്രം ഇത്തരത്തിൽ യൂത്ത് സമ്മിറ്റ് ജ്ഞാന സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം നല്ല ആശംസകളും. ഞങ്ങൾക്കൊരു 15 മിനിറ്റിക്കുള്ളിൽ എടുക്കാതിരിക്കുന്ന ഭംഗി അല്ലെങ്കിൽ നിങ്ങളുടെ ഉച്ച കഴിഞ്ഞുള്ള സെഷനെ അത് ബാധിക്കും. സോ വളരെ ബ്രീഫായിട്ട് ചില വിഷയമേഖലകളിൽ ഒന്ന് പരാമർശിച്ച് കടന്നു പോകാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് രാജഗുരുക്കൾ പറഞ്ഞ ഒരു വിഷയമാണ് നോളജിൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം. നോളജ് ഒരു ഡയറക്റ്റ് പ്രൊഡക്റ്റീവ് ഫോഴ്സായിട്ട് മാറുകയാണ്. നമ്മൾ സമൂഹങ്ങളെ, സാമൂഹ്യ വ്യവസ്ഥകളെ വേർതിരിക്കുക. അതിൻ്റെ വേർതിരിക്കുന്നതിൽ ഒന്ന് ചൂഷണം ചെയ്യുന്ന രീതി, രണ്ട് അതിൻ്റെ ഉപയോഗിക്കുന്ന അടിസ്ഥാന സാങ്കേതിക വിദ്യ. സോ യു ഹാവ് പ്രിമിറ്റീവ് വേർ സ്റ്റോൺ കല്ലുപകരണങ്ങളൊക്കെ ആയിരുന്നു അടിസ്ഥാനമുള്ളൂ. ദെൻ കംസ് കൃഷിയുടെ കാലമാണ്. അത് പാസ്റ്ററലിസം ഉണ്ട്, അത് കഴിഞ്ഞ് കൃഷി, അത് കഴിഞ്ഞ് വ്യവസായ വിപ്ലവത്തോടുകൂടി വ്യവസായ അടിത്തറയിൽ വരുന്നു. നൗ വി ആർ മൂവിങ് ഓൾമോസ്റ്റ് സേവനാടിസ്ഥാനത്തിലുള്ള ഒന്നായി. ഇപ്പം എന്താ നോളജ് ബേസ്ഡ് എക്കോണമിയിലേക്ക് മാറുകയാണ്. അതിൻ്റെ പ്രത്യേകത നോളജ് എപ്പോഴും നമ്മുടെ സാങ്കേതിക ഉപകരണങ്ങളിലൊക്കെ ഉൾച്ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. ഏത് യന്ത്രത്തിലും ഒരു വിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട് അതിനെക്കുറിച്ചുള്ളത്. പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും നോളജ് തന്നെ ഒരു ഡയറക്റ്റ് പ്രൊഡക്റ്റീവ് ഫോഴ്സായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഒരു ജീവജാലത്തിൻ്റെ ജനിതക ഘടനയെക്കുറിച്ചുള്ള നിങ്ങളുടെ ജ്ഞാനം അതുപയോഗിച്ച് പിന്നെ പോക്കൊള്ളൊന്നുമില്ല. ആ ജനിതക ഘടനയിൽ നിങ്ങളൊരു മാറ്റം വരുത്തുമ്പോൾ ഒരു പുതിയ ജീവജാലം ഉണ്ടാവണു, പിന്നെ ദാറ്റ് മൾട്ടിപ്ലൈസ് വൈസ്. സോ ദിസ് ഈസ് very different world from what we know. Well, knowledge is becoming a direct productive force. അതിൻ്റെ ചൂഷണത്തെക്കുറിച്ചൊക്കെയാണ് ഡോക്ടർ സംഗീത ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചൂഷണം ചെയ്യണമെന്ന് വേണം, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയി തീരണം. സോ ഫാർ ഈ കാലഘട്ടം വരെ നോളജ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, നോളജ് ഈസ് കോമൺ ആണ്, ആർക്കും കൈയിട്ട് എടുക്കാവുന്ന ഒന്നാണ്. നൗ മാറി ഫെൻസ് ചെയ്ത് കോമൺസിന് പുറത്ത് കൊണ്ടുപോയാണ്. ദാറ്റ് ഈസ് എ പേറ്റന്റ് സിസ്റ്റം. ആ പേറ്റന്റ് സിസ്റ്റം ലോകത്തിൻ്റെ മേലിൽ ഇപ്പോൾ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ മുതലാളിമാർക്ക് അതിൽ നിന്ന് ലാഭം, ചൂഷണം നടത്താൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ഈസ് അവർ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്? വി മസ്റ്റ് അറ്റാക്ക് ദിസ് പൊളിറ്റിക്കൽ ദിസ് പേറ്റന്റ് സിസ്റ്റം റെജീം. അതിൻ്റെ വിമർശനം കാര്യങ്ങൾ.
നമ്മുടെ ട്രഡീഷണൽ നോളജിനെയും മറ്റും അവരവരുടേതാക്കി പേറ്റൻ്റ് ചെയ്ത് ചൂഷണം ചെയ്യുന്നതിനായിട്ടുള്ള ചെറുത്തുനിൽപ്പ്. സോ ഇറ്റ്സ് എ ഹ്യൂജ് വേൾഡ്, ഒരു ഏരിയയാണ്. നമ്മുടെ ട്രഡീഷണൽ നോളജ് സിസ്റ്റത്തിനെ മോഡേൺ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവധിഷ്ഠിത ശാസ്ത്രമാക്കി മാറ്റാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. സോ ഇതിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമാണ് നമ്മുടെ നോളജ് പ്രൊഡക്ഷൻ, നമ്മുടെ ഇന്നൊവേഷൻ സിസ്റ്റം എന്നുള്ളത് മനസ്സിലായി. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സ്ട്രഗിൾ. ഈ ലോകത്ത് ഈ ചൂഷണത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് നമ്മളിങ്ങനെ നമ്മുടെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാക്കാനും ഇന്നൊവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാം തീരുമാനിക്കുമ്പോൾ ചെയ്യുന്നു. ഹരിഷ്ണ ഇങ്ങനെ പലരും പിന്നെ ഇത് വരുമ്പോഴത്തേനും വളരെ തെറ്റായിട്ടുള്ള ശാസ്ത്രചിന്ത, സത്യാനന്തര കാലഘട്ടത്തിൽ കൺസർവേറ്റിസം, തീവ്ര വലത ചിന്തകളൊക്കെ ഈ നോളജ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വരുന്നു. അതുകൊണ്ടാണ് എൻ്റെ പ്രസൻറ്റേഷനിൽ 4ാമത്തെ ഇനം സയൻറ്റിഫിക് ടെമ്പർ, അതില്ലെങ്കിൽ ഇത് മുഴുവനും ഇങ്ങനെയായിപ്പോവും. ഇവരുടെ ഈ ചൂഷണത്തെ മറയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ ഐഡിയോളജിയുടെ രംഗപ്രവേശനം. ആൻഡ് ഇതൊക്കെ നമ്മുടെ ലെഫ്റ്റ് ക്രിറ്റിസിസവും കാര്യങ്ങളുമൊക്കെ അർത്ഥമില്ലാത്ത ഒന്നായിട്ട് അതിനെ ചുരുക്കുന്നത് ഈ ചൂഷണം തുടരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കൺസർവേറ്റിസം തുടങ്ങിയവനൊക്കെ ഐഡിയോളജിക്കലായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദാറ്റ് ഇസ് ടു സേ ideological struggle is becoming more and more important here. എപ്പോഴും ക്ലാസ് സ്ട്രഗിളിൽ ഐഡിയോളജി ഉണ്ട്. പക്ഷെ നൗ നോളജ് തന്നെ പ്രത്യക്ഷ ഉൽപ്പാദനോപാധിയായിട്ട് മാറുന്ന പുതിയ കാലഘട്ടത്തിൽ ഐഡിയോളജിക്കൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സെൻറ്ററുകൾ സ്ഥാപിക്കാം? ഒരുപാട് പേരെ മതിക്കുന്ന പ്രശ്നമാണ്. അപ്പം അതിൽ പറയുന്ന സെൻറ്റർ, ചിലർ പറയുന്നു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊരു സെൻറ്റർ വേണ്ടേ, നമ്മുടെ ആർട്സ് ഹ്യൂമാനിറ്റീസ് നമുക്ക് സെൻറ്റർ വേണ്ടേ, ടൂറിസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള വേണ്ടേ. യു റീഡ് മൈ ബഡ്ജറ്റ് സ്പീച്ച്. ഞാൻ ബഡ്ജറ്റ് സ്പീച്ചിൽ അവസാന വാക്കൊന്നുമല്ല, ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപം നൽകുന്നതാണ്. ബട്ട് ഇന്നൊവേഷൻസിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഈ സെൻറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എൻ്റെ അർത്ഥം സെൻറ്റർ വന്നാൽ ബാക്കിയെല്ലാം അർത്ഥമില്ലാത്ത ഇതൊന്നുമല്ല. ഡിപ്പാർട്ട്മെൻറ്റ്സ്, സ്കൂൾസ്, യൂണിവേഴ്സിറ്റിയുടെ സാധാരണ പ്രവർത്തനങ്ങൾ അതൊക്കെ തുടരും. അപ്പോൾ ഈ കലാകാരന്മാർക്ക്, സർഗാത്മക സൃഷ്ടികൾക്ക് അതിൻ്റെ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ, അതിന് വാല്യൂ ഉണ്ട്. അത് നമ്മുടെ ഈ ഇതിലേക്ക് കൊണ്ടുവരും. ഒരിക്കലും ഹ്യൂമാനിറ്റീസോ സർഗാത്മക സൃഷ്ടികളോ ഒന്നും ഇതിൻ്റെ പേരിൽ ഇല്ലാക്കാൻ പറ്റത്തില്ല. അതില്ലെങ്കിൽ മനുഷ്യനില്ലല്ലോ, മനുഷ്യ സമൂഹം ഇല്ലല്ലോ മാറ്റി നിർത്തിയിട്ട്. ദാറ്റ് ഈസ് ദർ. ബട്ട് നമുക്കിന്ന് ലാക്കിംഗ് ആയിട്ടുള്ളത് കട്ടിങ് എഡ്ജ് ഇവിടെയാണ്. നമുക്ക് ഈ പുതിയ ആഗോള സമ്പദ്ഘടനയെ മത്സരിച്ച് മുന്നേറാനായിട്ട് നമ്മുടെ സയൻസ് ബേസ്ഡ് എഡ്യൂക്കേഷനൊക്കെ വളരെ പിന്നിലാണ്. അതുകൊണ്ടാണ് അവിടെ ഊന്നുന്നത്. ഇപ്പോൾ നാഷണൽ ഒന്ന് ജെൻഡർ സ്റ്റഡീസിൻ്റെ വേണ്ടതല്ലേ. ജെൻഡർ സ്റ്റഡീസ്, ജെൻഡർ അവയർനെസ് ഉണ്ടാക്കാൻ എന്ത് വേണം? ഞാൻ പറയാം, വി ആർ ഓൾ റിസർച്ചേഴ്സ്. വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എ ക്രിട്ടിക്, എ ഗ്രൂപ്പ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും to critically examine the curriculum from a gender perspective and bring out. ഉന്നത വിദ്യാഭ്യാസത്തിലെ കരിക്കുലത്തേക്കാൾ പ്രധാനപ്പെട്ടത് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ നമ്മുടെ പാഠപുസ്തകങ്ങൾ, ഗൈഡ്സ് അല്ലെങ്കിൽ ടീച്ചർ എയ്ഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രം എ ജെൻഡർ പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് എ ക്രിട്ടിക്. അങ്ങനെയാണ് നമ്മൾ ജെൻഡർ ബേസ്ഡ് പെഡഗോഗി കൊണ്ടുവരിക എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ജെൻഡർ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഐ എം നോട്ട് അഗേൻസ്റ്റ് എനി ഹാവിങ് ജെൻഡർ സ്റ്റഡീസ് സെൻറ്റർ, അതൊക്കെ സ്പെഷ്യലൈസ്ഡ് സ്റ്റഡി എന്നുള്ള രീതിയിൽ അതുണ്ടാവും. ബട്ട് ഈ ജെൻഡർ ഷുഡ് ഇൻഫോം അവർ എവറി ടെക്സ്റ്റ് ബുക്ക്.
നോട്ട് ജെൻഡറിന് വേണ്ടി ഒരു ക്ലാസ് വരുമ്പോൾ ജെൻഡർ പറയുന്ന ഏർപ്പാടല്ല. ഇതാണ് സർക്കാരിൻ്റെ എല്ലാ വികസന പരിപാടിയിലും ജെൻഡർ പെർസ്പെക്റ്റീവ് ഉണ്ടാകും. ആൻഡ് ദാറ്റ് ഡസ് നോട്ട് പ്രിക്ലൂഡ് ഹാവ് സം പ്രോഗ്രാംസ് സ്പെസിഫിക്കലി ഫോർ ജെൻഡർ. അപ്പോൾ അത് വിദ്യാഭ്യാസത്തിനും ബാധകമാണെന്ന് പറയാം. ഇന്നൊവേഷൻ ചലഞ്ചിൽ ഭാവനാത്മക സൃഷ്ടികൾക്ക് എന്താണ് സ്ഥാനം? ഇന്നൊവേഷൻ ചലഞ്ച് ഭാവനാത്മക സൃഷ്ടികൾ ഒന്നിനെ പോലെയല്ലല്ലോ, എല്ലാം ഓരോന്ന് വ്യത്യസ്തമല്ലേ. അതതിൻ്റെ പ്രൊസീജേഴ്സ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ട് വരത്തില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെർച്വൽ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്? കാരണം ഇന്നത്തെ ലോകം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോണേ. ജസ്റ്റ് ലുക്ക്, ഇപ്പം കമേഴ്സ് സ്റ്റുഡൻസ് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ കയർമേള എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 399 കോടി രൂപയാണ് വിൽപ്പന. ഇന്ന് ഞങ്ങൾ വെർച്വൽ മേളയാണ്. ഞങ്ങളുടെ ഓർഡർ ഇപ്പോൾ 800 കോടി രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. മേ ബി വി മേ ക്രോസ് 1000. ഞാൻ ഒരാഴ്ച കൂടി നീട്ടിവെക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയെ നമ്മുടെ വിപണനത്തിന്, അത് കലയുടെ ആയാലും ശരി, വിപണനത്തിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ളത് നോക്കേണ്ടത്. റിസർച്ച് പോളിസിയെക്കുറിച്ച് പബ്ലിക് പോളിസിയെക്കുറിച്ച് ഒരു സെൻറ്റർ വേണ്ടതല്ലേ? ഐ വുഡ് സേ I will institute a chair in CDS for public policy rather than having a center for public policy. ഈ പബ്ലിക് പോളിസി എവിടെയാണ്? എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പബ്ലിക് പോളിസി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് സംതിങ്, നമ്മുടെ ബാക്കിയുള്ള സെൻറ്ററുകളിലെല്ലാം പബ്ലിക് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക. കാരണം ഡയറക്റ്റ് പ്രയോഗമായിട്ട് ഇന്നൊവേഷൻസിലേക്ക് നയിക്കണം. അത് പോളിസിയുടെ പ്രശ്നമാണ്. അപ്പം അതിനോട് ഐ എം നോട്ട് ഇൻ ഫേവർ ഓഫ് സെറ്റിംഗ് അപ്പ് എ ന്യൂ സെൻറ്റർ ഫോർ പബ്ലിക് പോളിസി ആൻഡ് സോ. പേരിൽ അലങ്കാരമായിട്ട് കൊടുക്കാം, പക്ഷെ എല്ലാ വിഷയത്തിലും ഇത് വേണ്ടതുണ്ട്. ടൂറിസത്തിലെ ജോലി കാര്യങ്ങളെ സംബന്ധിച്ച് ഒത്തിരി പേര് 3-4 പേര് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ്സ് എ പ്രാക്ടിക്കൽ ഇഷ്യൂ, വിൽ ടേക്ക് അപ്പ് ലേറ്റർ. ബികോം വിദ്യാർത്ഥിനിയാണ്. സിലബസും കരിക്കുളവും ഇന്നൊവേഷനൊന്നുമില്ല. അതിനെന്ത് നമ്മുടെ ഇപ്പോൾ കൊടുത്ത കോഴ്സുകളിൽ ഇടണോ കുറച്ചെണ്ണം വെറും MA BA എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇപ്പം ബികോം വിത്ത് ഫിൻടെക് സ്കിൽസ് അവിടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ബികോം വിത്ത് ഡാറ്റ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. വെറും ബികോം മാത്രമായിട്ട് ഇന്ന് ഓടിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ സ്കില്ല് വേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ എത്രയോ ബികോം കുട്ടികളുണ്ട്. ഇവരെ മുഴുവൻ പോർട്ടലിൽ കൊണ്ടുവരുന്നെന്ന്. ദേ വിൽ ഗെറ്റ് ജോബ്. സ്കിൽ ചെയ്യേണ്ടി വരും. ഒരു 6 മാസമെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസമല്ല, അതിനപ്പുറം ഇരുന്ന് പഠിക്കാൻ മനുഷ്യന്മാർ തയ്യാറാവും. സോ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം, നമ്മളൊരു 10 ലക്ഷം പേരെ 3 മാസം കൊണ്ട് കേരളത്തിൽ നമ്മുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യും. ആൻഡ് മുഴുവൻ റിസർച്ച് സ്കോളേഴ്സും യു മേ നോട്ട് നീഡ് എ ജോബ് ഇമ്മീഡിയറ്റ്ലി, ബട്ട് നിങ്ങളുടെ ഏരിയയിൽ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ റിസർച്ച് സ്കോളേഴ്സും ജോബ് പോർട്ടലിൽ വരണം. ഇത് ഈ എക്കോണമിയിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യല്ലേ. സോ എങ്ങനെയാണ് ഒരു പ്യുവർ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻറ്റിന് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. പക്ഷെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിനിലേക്ക് നമ്മൾ പോകണം. ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുന്നത് ഒന്ന് ഈ രജിസ്ട്രേഷൻ, പോർട്ടൽ രജിസ്ട്രേഷൻ വഴി. രണ്ടാമത്തത് ഇൻഡസ്ട്രി ആളെ പിടിച്ചിട്ട് സിൻഡിക്കേറ്റീവ് വെക്കുക, ബോർഡ് ഓഫ് സ്റ്റഡീസിൽ വെക്കുക, അതൊന്നുമല്ല ബന്ധപ്പെടാമെന്ന് പറഞ്ഞ്. വിൽ ഹാവ് ട്രാൻസ്ലേഷണൽ സെൻറ്റേഴ്സ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യവസായത്തിൻ്റെയും കൃഷിയുടെയൊക്കെ ഈ സാങ്കേതിക വിദ്യയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന സെൻറ്ററുകൾ നമുക്ക് 2-3 വേണ്ടി വരും. And we have a constant interaction with industry using these centers. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തുക. ഈ നമ്മുടെ വിജ്ഞാനത്തെ ഇൻഡസ്ട്രിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്ന ആ രീതിയിലാണ്. ഒരാൾ ചോദിച്ചിരിക്കുന്നത്
ഹരിയാനയിലെ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര സംസ്ഥാന ചീഫ് മിനിസ്റ്റേഴ്സ് ഗുഡ് ഗവർണൻസ് അസോസിയേഷൻ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ പ്രോഗ്രാം ഉണ്ടാക്കിക്കൂടെ? യു റീഡ്. ഈ കേരളത്തിലെ ഏത് സ്ഥാപനത്തിലും എർബൺ ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. ആരെ വേണമെങ്കിലും കുട്ടികളെ ഇൻറ്റേൺസാണ് എടുത്തു കഴിഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാശ് സർക്കാർ ദിവസവും കൊടുക്കും 6 മാസത്തേക്ക്. മറ്റതൊക്കെ വെച്ചാൽ 10, 20, 100 ഒക്കെ ഉണ്ടാവുള്ളൂ. ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോട്ട് 100 ഉണ്ടാവില്ല. 10, 20 പേര്, 15 പേരുണ്ട്. ഇതങ്ങനെയല്ല. നമ്മുടെ മുഴുവൻ പോളിടെക്നിക് സ്റ്റുഡൻസിനും IT സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരു 6 മാസത്തേക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് വിവിധ മേഖലകളിൽ നൽകുന്നതിന് നമുക്ക് ഏർപ്പാടുണ്ടാക്കിയാണ്. പഞ്ചായത്തിന്, സർക്കാർ സ്ഥാപനങ്ങൾക്ക് സ്റ്റുഡൻസിനെ ഇൻറ്റേൺസായിട്ട് എടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഇപ്പോൾ പഞ്ചായത്തടക്കം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഹരിത മിഷൻ ഏതാണ്ട് അത് നടത്തുന്നത് തന്നെ ഇൻറ്റേൺസായിട്ടുള്ള സ്റ്റുഡൻസാണ് വന്നിരിക്കുന്നവർ. എല്ലാ പഞ്ചായത്തിലും അനുവാദം കൊടുത്തിട്ടുണ്ട്. ദേ ക്യാൻ ചൂസ് ഇൻറ്റേൺസ്. അപ്പോൾ സ്റ്റുഡൻസിനെ എങ്ങനെ എടുക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ നയമായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികളുടെ വായനാശേഷി ഇങ്ങനെ സാങ്കേതികവിദ്യ വരുമ്പോൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഇല്ല. എൻ്റെ അർത്ഥം ഇങ്ങനെ പുസ്തകം പിടിച്ചിരിക്കുന്നില്ല, നെറ്റ് വായിക്കുന്നുണ്ടാവും. ദാൻ വെരി ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ വായിക്കുക. ആ വായനയുടെ പ്രാധാന്യം നമ്മൾ കുറഞ്ഞു. വി ഡോണ്ട് റീഡ് ദാറ്റ് മച്ച്, ബട്ട് ഇൻസ്റ്റെഡ് നമ്മൾ എംപിരിക്കലായിട്ടുള്ള എക്സസൈസ് എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അത്യാവശ്യം നോക്കേണ്ട കാര്യം മാത്രം വായിക്കുന്നതിലേക്ക് നമ്മുടെ ഗവേഷണം ചുരുങ്ങുകയാണ്. സനിൽകുമാർ സഹകരണ രംഗത്തെക്കുറിച്ചുള്ളതാണ്. ഫൈൻ. അതിന് അനുഭവങ്ങൾ കൂടുതൽ അടുത്ത് നോക്കേണ്ടതുണ്ട്. എനിക്ക് 2 പുസ്തകമുണ്ട് സാറിൻ്റെ പേര്. ഒന്ന് ദിനേശ് പിടിയെക്കുറിച്ച്, 2 ഊരാളുങ്കൽ സൊസൈറ്റിയെക്കുറിച്ച്. ആൻഡ് നല്ലത് മാത്രം നോക്കിയാൽ പോരാ, എന്തുകൊണ്ട് ചിലത് ഫെയിലാവുന്നു എന്നുള്ളതും കൂടി നോക്കേണ്ടതുണ്ട്. കമേഴ്സ് വിദ്യാർത്ഥികളുടെ ജോലി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൊക്കെ വരുന്ന മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ സ്റ്റാൻഡ് ലോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി പാടില്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്നു. നമ്മുടെ രീതി വെക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇനി വല്ല അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ നടത്തണം. പ്രശ്നം അതിനോടുള്ള വിമർശനവും പറഞ്ഞുകൊണ്ടിരുന്നിട്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് ബദലായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നാളെ കീഴടങ്ങേണ്ടി വരും. സോ ലെറ്റ് ഇറ്റ് കം. അത് നയമുണ്ട്. ബട്ട് ബൈ ദെൻ നിലവിലുള്ള സെൻറ്ററുകളൊക്കെ അവസാനിപ്പിക്കാൻ പറ്റും? ഒന്നും കഴിയില്ല. സോ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മികവിൻ്റെ കേന്ദ്രം ഓട്ടോണമസ് ആയിട്ടാണ് വിഭാവനം ചെയ്യുന്നത് പറഞ്ഞല്ലോ. മികവ് ആർജിക്കാൻ അതുമാത്രമാണോ ഏക പോംവഴി? അഫിലിയേറ്റഡ് കോളേജുകളും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഓട്ടോണമസ് ആക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് സർക്കാർ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. എങ്ങനെയാണെന്ന് കേരളത്തിലെ സവിശേഷമായ പ്രശ്നം എന്താ? സാമുദായിക സ്വകാര്യ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് മേലുള്ള നീരാളിപ്പിടുത്തം, അത് കുട്ടികളുടെയും അധ്യാപകരുടെയും ജനാധിപത്യ അവകാശങ്ങളെ ലംഘിക്കുന്നു. ഓട്ടോണമി കൊടുക്കുന്നു, അവരുടെ ഓട്ടോണമി ആയിട്ട് മാറുന്നു. ദിസ് ഇസ് എ പ്രോബ്ലം. ഇനി അതില്ല എന്നിരിക്കട്ടെ, എന്തിനാ ഓട്ടോണമി എതിർക്കുന്നത്? ടെൽ മീ. ഞാൻ അധ്യാപകനാണെങ്കിലുണ്ടല്ല, എനിക്ക് ചോയ്സ്, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഞാൻ കാക്ഷിക്കുക. എനിക്ക് മാത്രമായിട്ടല്ല, ഞങ്ങൾക്ക് അധ്യാപക ഗ്രൂപ്പിന്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ എക്സലൻസും ഒക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല, പറ്റില്ല. നിങ്ങളെല്ലാവരെയും ആവറേജിലേക്ക് മാറ്റിയിട്ട് ഒരു എക്സലൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ ഐ തിങ്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ഓട്ടോണമി എന്ന് പറയുന്നത് പുറത്തൊന്നുമല്ല, യൂണിവേഴ്സിറ്റിക്കുള്ളിലുള്ള ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. എന്തുകൊണ്ട് വേണം? സ്വല്പം ധൃതി ഉണ്ടാവുകൊണ്ട് വേണം. ഇനി യൂണിവേഴ്സിറ്റിയൊക്കെ
പരിവർത്തനം മാനസാന്തരപ്പെടുത്തി അല്ല ഇതൊക്കെ ഈ പുതിയ രീതി കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ചെയ്യാനല്ല. വി ആർ ഇൻ എ ഹറി. വി ആർ ഡിസൈഡഡ് ഇൻ 5 years ടൈം കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റിനെ നമ്മളിങ്ങനെ മാറ്റാൻ തീരുമാനിച്ചാൽ പിന്നെ ചെയ്യാന്നുള്ളതാണ്, അതിനുള്ള വഴി കണ്ടുപിടിക്കലാണ്. സോ ദാറ്റ് ഈസ് ഇറ്റ്. അതുകൊണ്ട് സ്വല്പം താമസം മറ്റൊക്കെ അതിൻ്റെ വഴിക്ക് വരും, പക്ഷേ ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ജെൻഡർ ഓറിയൻറ്റഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാർഷിക സംരംഭങ്ങൾ വരുന്നതിന് എന്ത് വേണം? See, this is in fact a major area for innovation. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ അർദ്ധ സംസ്കൃത ഉൽപ്പന്നങ്ങളോ അതുപോലും ചെയ്യാതെ വിൽക്കുന്നവയാണ്. സോ മെനി. ഞാനിപ്പോൾ കയറ്, കേരളത്തിലെ കയർ വ്യവസായം തീർന്നു. ഞാൻ കയറിൻ്റെ മന്ത്രി കൂടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ചകിരിച്ചോറ് അതിലെ ഉപ്പ് രസം കുറവായതുകൊണ്ട് അഗ്രികൾച്ചർ പർപ്പസിന് അങ്ങനെ തന്നെ കയറ്റുമതി ചെയ്യാം. അതിന് ചകിരിയുടെ വില കിട്ടും, കേരളത്തിൽ പറ്റുന്നില്ല. 2, കേരളത്തിലെ ചകിരി കയറായിട്ട് പിരിക്കുകയാണ്, അതുകൊണ്ട് നീണ്ട ഫൈബറെ ഉപയോഗിക്കൂ. 3 ഷോർട്ട് ഫൈബറാണ്. അത് തമിഴ്നാട്ടുകാർക്ക് പ്രശ്നമല്ല, അവർ മുഴുവൻ മെത്ത ഉണ്ടാക്കാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നതാണ്. സോ കേരളത്തിലെ ഇൻഡസ്ട്രി കോമ്പറ്റിറ്റീവ് അല്ല. ഹൗ ഡു യു അഡ്രസ് ദിസ് പ്രോബ്ലം? ഈ ചകിരിച്ചോറിനെ വലിയ പ്രഷർ, ഉയർന്ന ഊഷ്മാവിൽ ചെലുത്തിയാൽ അതിൽ ലിഗ്നിൻ അങ്ങ് ഉരുകി അത് ബൈൻഡറാവും. എല്ലാ കോമ്പോസിറ്റുകളിലും പാതി കെമിക്കലാണ്, റെസിൻ, അതാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇത് വേണ്ട. നൗ ദിസ് ഇസ് എ ഇന്നോവേഷൻ. 2, ഒരു പോളിടെക്നിക്കിലെ അധ്യാപികയാണ് കേട്ടോ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഞാൻ എഴുതണം വെച്ചിട്ട് മറന്നു പോയിരിക്കുക. അവർ നീഡിൽ ഫെൽറ്റിൽ നമ്മുടെ ഷോർട്ട് ഫൈബർ പിണഞ്ഞിട്ട് കഴിഞ്ഞാൽ നിൽക്കില്ല, അതിന് മുറുക്കം ഉണ്ടാവില്ല. നീണ്ട ഫൈബറാണ് നീഡിൽ ഫെൽറ്റ് ചെയ്യാം. ആ ഒരു സിമ്പിൾ തിങ്. അതിൻ്റെ അടിയിൽ ഒരു ചാക്കിൻ്റെ ബലം കൊടുത്താൽ, അതല്ലെങ്കിൽ ഒരു കോറത്തുണിയുടെ അടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് മുട്ടില്ല. ദെൻ യു ഡു കോമ്പോസിറ്റ്. ഇത് 2 ചെയ്യാൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഇൻഡസ്ട്രീസ് കോമ്പറ്റിറ്റീവ്. നിങ്ങളുടെ ചകിരിച്ചോറ് മുഴുവനും പലകകളായിട്ട് മാറും. ആൻഡ് ദിസ് ഇസ് ഇന്നോവേഷൻ. ഇത് ഓരോന്നിനും എങ്ങനെ നിങ്ങളുടെ കാപ്പിപ്പൊടി നിങ്ങൾ ബ്രാൻഡ് ചെയ്യും, എന്തെല്ലാം തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അതിൽ നിന്ന് വരും, നമ്മുടെ സ്പൈസസിൽ നിന്ന് വരും, നമ്മുടെ ഓരോന്നും ഈ രീതിയിൽ നമ്മൾ പുതിയ ഉപയോഗങ്ങൾ. ശാസ്ത്രത്തിൻ്റെ മേഖലയാണ്, ഇന്നോവേഷൻ്റെ മേഖലയാണ്. മികവ് വർദ്ധിപ്പിക്കുന്നതിന് സ്ഥാപനങ്ങൾ കൂടുതൽ പരസ്പരം സഹകരിക്കണം. പക്ഷെ സഹകരിക്കുന്നത് മാത്രം മികവ് വരത്തില്ല. മികവുള്ള പ്രവർത്തനം നടക്കണം, എന്നിട്ട് സംസാരിക്കണം. കേരളത്തിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സ് ഒരെണ്ണം പോലും വിജയിച്ചിട്ടില്ലല്ലോ. കാണാതെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ നടക്കുന്ന ഒരു സെമിനാർ നടത്തും, എല്ലാ സെമിനാറും വരും, ഇന്റർ യൂണിവേഴ്സിറ്റി ആയിട്ട് സെൻറ്ററായിട്ട് കരുതി പോകുന്ന രീതിയല്ലേ. ഇനി യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ എങ്ങനെയാ? ഈ മികവിൻ്റെ കേന്ദ്രങ്ങൾ വരാൻ ഫേസ് ചെയ്യാൻ പോണ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയായിരിക്കും. കാരണം ഇതൊന്നൊക്കെ ഇന്റർ ഡിസിപ്ലിനറിയാണ്, ഇന്റർ യൂണിവേഴ്സിറ്റി ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബിഗ് ചലഞ്ചസ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദി സെൻറ്റേഴ്സ്. കൗൺസിലിംഗ് വേണം, തർക്കം എനിക്കില്ല. ഇൻഡിവിജ്വൽ ബേസ്ഡ് അല്ല, ടീമായിട്ട് വർക്ക് ചെയ്യണം. യെസ്, ടീമായിട്ട് വേണം, തർക്കമില്ല. ജുബിനോ റോസ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തായ്ലൻഡ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ്, ദാറ്റ്സ് പ്രിസൈസ്ലി വാട്ട് ഐ സെഡ് ഹിയർ. കാരണം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസിപ്ലിൻസിന് പ്രാധാന്യമുണ്ട്. ദ മൂവ്മെൻറ്റ് വി ആർ ഷിഫ്റ്റിംഗ് ടു പ്രയോഗം, പ്രാക്ടീസ്. ലോകത്തെല്ലാം വേർതിരിഞ്ഞല്ല ഇരിക്കണമെന്ന്, കൂട്ടുചേർന്നാണ് ഇരിക്കുന്നത്. ദാറ്റ്സ് ഡയലക്റ്റിക്സ്. അപ്പോൾ അതുകൊണ്ട് മൾട്ടി ഡിസിപ്ലിനറി തന്നെ വേണം. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ബഡ്ജറ്റ് സ്പീച്ച് എടുത്ത് നോക്കി, ഒരൊറ്റ സെൻറ്റർ പോലും ഇൻ്റർ ഡിസിപ്ലിനറി എന്നല്ല വിശേഷമില്ലാത്തതില്ല.
ഓരോന്നിനും വീണ്ടും വീണ്ടും ആവർത്തിച്ച് വെച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള സാധ്യമുള്ളത് കൊണ്ടാണ്. ജുബിനോ, ഞാൻ കൂടുതൽ നിങ്ങളുടെ MA ഇംഗ്ലീഷ് കഴിഞ്ഞ വിദ്യാർത്ഥി, ജനറൽ കൾച്ചർ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, ഫിലിം സ്റ്റഡീസ്, ELT ഇങ്ങനെ പഠന വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്യണം. നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. ഈ ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്ത് ദാറ്റ് ഈസ് ഓൾസോ മേജർ സ്കിൽ. നമുക്ക് ഈ ഗ്ലോബൽ എക്കോണമിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. വിൽ സി വാട്ട് ക്യാൻ ബി ഡൺ. ഫിഷറീസ്, കളിക്കളങ്ങൾ വന്നുകൊണ്ടാവില്ല, കളിക്കാൻ പഠിപ്പിക്കാനുള്ള കോച്ചുമാർ വേണം. അത് പറഞ്ഞ് ഞാനങ്ങ് നിർത്താണ്. യെസ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കുന്നു, വേണ്ടത്ര ആളുകൾക്ക് കോച്ചുകാർ അല്ലെങ്കിൽ അധ്യാപകർ ഇല്ല എന്നുള്ള വിമർശനമുണ്ട്. ബട്ട് നിയമമുണ്ട് സർക്കാർ പണം ചെലവഴിക്കുന്നതിന്. യു ഹാവ് ടു ബ്രിങ് യുവർ റവന്യൂ ഡെഫിസിറ്റ് സീറോ ആക്കിയില്ലെങ്കിലും കുറച്ച് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ 50,000-60,000 കോടിയൊക്കെ പുറത്തുനിന്നുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ റവന്യൂ ഡെഫിസിറ്റ് കൂടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഇവിടെ നിന്നും കടമെടുക്കുക, ദെൻ കൈവിട്ടുള്ള കളിയാണ്. അത് നമുക്ക് പറ്റത്തില്ല. സോ ഫൈനലി എൻട്രപ്രനോറിയൽ ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞ് കൊശവന്മാർ, തട്ടാന്മാർ, ആശാരിക്കാർ തുടങ്ങി എൻട്രപ്രനോറിയൽ ഗ്രൂപ്പുകളല്ലേ? They are artisans. അവർ ചെയ്യുന്നത് ഇതിന്ന് പണം ഉണ്ടാക്കി വീണ്ടും മുതൽ മുടക്കി വീണ്ടും വലിയ ആളായി വളരാനല്ല. അങ്ങനെ ചിന്തിക്കുന്നവരാണ് എൻട്രപ്രനോറിയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ആർട്ടിസാൻസിനെയൊക്കെ എൻട്രപ്രനോർ ഉപയോഗപ്പെടുത്തും. They are not entrepreneurial groups. So thank you very much.